അഭിനന്ദ സമൂഹത്തിൽ നമ്മുടെ തീർത്ഥാടക സമൂഹത്തിൻ്റെ ഇത്രയും ആദരണീയരായ ഭാരവാഹികളെ, കമ്മിറ്റി മെമ്പേഴ്സ്, ബഹുമാനപ്പെട്ട വൈദികർ, പുണ്യശ്ലോകനായ പെരുമ്പഴത്തിന്മേനി ദീർഘകാലം ഈ സമൂഹത്തിൻ്റെ മെത്രാപ്പൊലീത്തയായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും പോസ് എന്ന മഹാനായ വ്യക്തി, അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുര അച്ഛൻ തുടങ്ങി അനേകം മഹാരഥന്മാർ ഈ തീർത്ഥാടക സമൂഹത്തിൻ്റെ നെടുനായകത്വം വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിനുവേണ്ടി കോട്ടയത്ത് തീർത്ഥയാത്ര എത്തുമ്പോഴും അതുപോലെ തന്നെ അവസാന കാലം വരെ വലിയക്കരയുള്ള വിശുദ്ധ നിന്നുള്ള ദേറായിലേക്ക് നടന്നു പോകുമ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ എത്രയോ പ്രാവശ്യം ദേറായിലേക്ക് നടന്നു പോയപ്പോൾ ഞാൻ ഇപ്പോഴും പോകുന്നത്. തിരുമേനി കാലം ചെയ്തപ്പോഴാണ് ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വന്നിച്ചത്. സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം തിരുമലി തിരുമേനിയുടെ വഹിച്ചിരുന്ന ആ ഉത്തരവാദിത്വം എനിക്ക് അദ്ദേഹത്തിന് ശേഷം അത് ലഭിച്ചത് ഒരു വലിയ അനുഗ്രഹമായി ഞാനതിനെ കരുതുകയും പരിശുദ്ധ പത്രികയുടെ കൽപ്പന സമൂഹത്തിൽ പ്രബലിത എന്ന നിലയിൽ ലഭിക്കുകയും ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. കാലം ഒത്തിരി മുന്നോട്ട് പോയി. തീർത്ഥയാത്രയുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. വാഹനത്തിൻ്റെ പെരുപ്പം, റോഡുകൾ അതിനനുസരിച്ച് വളരെ വികസിക്കുന്നില്ല. പുതിയ റോഡുകൾ വരുന്നതും അതിന് പരിമിതികൾ ഒത്തിരിയുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അതും വളരെ വലുതാണ്. ഇന്ന് നമ്മുടെ ആളുകൾ ആരും തന്നെ നടക്കുന്ന കാര്യത്തിൽ ഒരു ഉത്സാഹം കാണിക്കുന്നവരല്ല. എത്ര ചെറിയ ദൂരമാണെങ്കിലും ഒരു മോട്ടോർ സൈക്കിളിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ പോകാൻ അല്ലെങ്കിൽ വണ്ടിയിൽ പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ എക്സസൈസിൻ്റെ പേരിൽ ചിലരൊക്കെ ജോഗിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ശാരീരികമായ വിഷമത എന്ന് പലർക്കും കുറഞ്ഞു പോകുന്നത് മാത്രമല്ല, ചൂട് വരുമ്പോൾ